നമസ്തേ. കഥകൾ അതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ചാനലാട്ടോ, കഥകൾ അതിസാഗരം. എത്ര കഥകളായി ഞാനിപ്പോൾ പറയണേ. ദിവസം ഒരു കഥ പറയും. കുട്ടികൾക്ക് കേൾക്കണം എന്നാ എൻ്റെ മോഹം. പക്ഷേ ഈ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് വരില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ചാനൽ കഥകൾ പറയാനായിട്ട് കരുതി വച്ചിരിക്കുന്നത്. ഈ കഥകൾ വലിയവർ വായിക്കണം, മനസ്സിലാക്കണം, എന്നിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ പുരാണങ്ങളെപ്പറ്റിയും നമ്മുടെ സംസ്കാരത്തെപ്പറ്റിയും ഒക്കെ നമ്മുടെ കുട്ടികൾ അറിയണ്ടേ. ഒക്കെ കുട്ടികൾ വിദേശത്തേക്ക് പോവുക പഠിക്കാനും ജോലിക്കുമൊക്കെ. എങ്കിലും നമ്മുടെ സംസ്കാരം മനസ്സിലാക്കട്ടെ, പഠിക്കട്ടെ, അതും കൂടി വേണമല്ലോ. ശരി, കഥയിലേക്ക് കിടക്കാം. ഇന്നത്തെ കഥ വിശ്വാമിത്ര മഹർഷിയാക്കിയ വിശ്വാമിത്ര രാജാവിനെ മഹർഷിയാക്കിയ നന്ദിനി. അപ്പോൾ വിശ്വാമിത്രൻ ഒരു രാജാവായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ബാഹുബലി സിനിമയിലൊരു മാഹിഷ്മതി എന്ന് പറയുന്ന രാജ്യം. പണ്ടുള്ളതല്ലേ ആ രാജ്യം, പണ്ടായ പുതിയതൊന്നും. അതിലത്തെ വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഒക്കെ എന്താ മനോഹാരിത, പ്രകൃതി ഭംഗി നിറഞ്ഞ രാജ്യമല്ലേ. ആ മാഹിഷ്മതിയിലെ രാജാവായിരുന്നു ഈ വിശ്വാമിത്രന് ധാരാളം സഞ്ചാരങ്ങളൊക്കെ ഉണ്ട്. ജൈത്രയാത്ര നടത്തും. ചതുരംഗപ്പടയൊക്കെയുള്ള രാജാവാണ്. ചിലപ്പോൾ സമയം കൂടി യുദ്ധം ചെയ്യാത്ത യുദ്ധത്തിന് പോകും. ചിലപ്പോൾ തന്നെ ഇങ്ങനെ രാജ്യമൊക്കെ ചുറ്റി നടന്നു കാണും, വേഷം മാറി സഞ്ചരിക്കും. അങ്ങനെ ചില പ്രമുഖന്മാരുടെയൊക്കെ വീടുകളിൽ പോയിട്ട് അവരുടെ സൽക്കാരമൊക്കെ സ്വീകരിക്കും. അങ്ങനെ സുഖമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മഹർഷിമാരെയൊക്കെ കാണും. ഇടയ്ക്ക് കാട്ടിലൂടെയും കുളത്തിൻ്റെ നദീതീരത്തൂടെ ഒക്കെ പോകുമ്പോൾ ആശ്രമങ്ങൾ കാണും. ആശ്രമത്തിൽ ചെന്ന് മഹർഷിമാരെയും വന്നിരിക്കും. ചെറിയൊരു സൈന്യം കൂടെ ഉണ്ടാവും, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഒരു ദിവസം അദ്ദേഹം വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ അടുത്തുകൂടി യാത്ര ചെയ്യാൻ ഇടവന്നു. അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹത്തിന് ഇത് വസിഷ്ഠ മഹർഷിയുടെ ആശ്രമമല്ലേ, കുറച്ചായി മഹർഷിയെ കണ്ടിട്ട്. അദ്ദേഹം അയോധ്യയിലെ ഇക്ഷാകുവംശ രാജവംശത്തിൻ്റെ കുലഗുരുവൊക്കെ ആണല്ലോ. മഹർഷി പോയി വന്ദിച്ചിട്ട് പോവാം എന്ന് കരുതി വസിഷ്ഠൻ്റെ ആശ്രമത്തിലേക്ക് ചെന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ചതുരംഗപ്പടയുടെ ചെറിയ പടയുണ്ട്, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കൂടെ. അവിടെ ചെന്ന് മഹർഷിയെ കണ്ടു. അപ്പം മഹർഷി പറഞ്ഞു, എല്ലാവരും കുളിച്ചിട്ട് വരും, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന്. അയ്യോ, എനിക്ക് മാത്രമായാൽ പോരാ, ഞാൻ 2-3 മന്ത്രിമാർക്കും മാത്രമാണെങ്കിൽ തിരക്കില്ല. ഇതപ്പോൾ ഞങ്ങളുടെ കൂടെ സൈന്യമുണ്ട്, ഭക്ഷണമല്ലേ, വിശപ്പൊക്കെ എല്ലാവർക്കും ശരിയല്ലേ, അവർക്ക് പോയിക്കാണ്ട് ഞാൻ കഴിക്കണം, ഒരു ശരിയല്ല, അത് വേണ്ട, ഞങ്ങൾ പൊക്കോളാം. അപ്പോൾ വസിഷ്ഠ മഹർഷി, എത്ര പേരുണ്ടെങ്കിലും വന്നോട്ടെ, ഒരു വിരോധവുമില്ല, എല്ലാവർക്കും കുളിച്ച് വരുമ്പോഴേക്കും ഭക്ഷണം റെഡിയാകപ്പെട്ടായിരുന്നു. വേണ്ട മഹർഷി, അങ്ങേക്ക് ബുദ്ധിമുട്ടാവില്ല ഇത്ര പെട്ടെന്നൊക്കെ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഭക്ഷണം റെഡിയാണ്, നിങ്ങൾ കുളിച്ചു വരൂ. ഇന്ന് ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് ആതിഥ്യം സ്വീകരിച്ചിട്ടേ പോകാവൂ നിർബന്ധമായിട്ട് മഹർഷി പറഞ്ഞു. അപ്പോൾ രാജാവിനും തോന്നി, വിശ്വാമിത്ര രാജാവിനും തോന്നി, ഇത്ര പെട്ടെന്ന് വിഭവസമൃദ്ധമായ സദ്യ തരാമെന്നൊക്കെ പറയുന്നു, എങ്ങനെ ഉണ്ടാകണം, നോക്കാലോ, സാധിക്കുമെന്നും നമുക്കൊന്നും നോക്കാലോ. മഹർഷിയുടെ ഈ വീമ്പ് പറയിൽ നിർത്തണം എന്ന് കരുതിയിട്ട് എല്ലാവരും പോയി കുളിച്ച് പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ണാൻ വരൂ എന്ന് പറഞ്ഞ് ഭോജനശാലയിലേക്ക് എല്ലാവരെയും മഹർഷിയും ഭാര്യയും കൂടി വിളിച്ചു കൊണ്ടുപോയി. അവിടെ വിളമ്പുകാരെ ഇല വച്ചിട്ടുണ്ട്, എല്ലാവരും ഇരുന്ന് വിളമ്പുകാരെ ഒരു വിഭവമല്ല, 60 വിഭവങ്ങൾ അങ്ങോട്ട് നിരത്തി വിളമ്പി. 4 കൂട്ടം പായസം, ബോളി, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത്ര സുഖസമൃദ്ധമായ സദ്യ തൻ്റെ കൊട്ടാരത്തിൽ പോലും എനിക്ക് ഒരുക്കാൻ സാധിച്ചിട്ടില്ല. ഈ മഹർഷി എങ്ങനെ ഇത്ര പെട്ടെന്ന് സദ്യ ഒരുക്കി എന്ന് വിചാരിച്ചെങ്കിലും രാജാവ് സുഖമായിട്ട് ഊണ് കഴിച്ചു. ഭടന്മാരും ഊണ് കഴിച്ചു. അവരോടൊക്കെ പോയി വിശ്രമിക്കാൻ പറഞ്ഞു. മഹർഷിയും രാജാവും രാജാവും വസിഷ്ഠ മഹർഷിയും കൂടി ഇരുന്ന് സൗഹൃദ സംഭാഷണം നടത്തുന്നതിനിടയ്ക്ക് രാജാവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നൽ, എങ്ങനെ ഇത്ര പെട്ടെന്ന് സദ്യ ഒരുക്കിയത്, ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ ആൾക്കാർ കുറേ 500 പേരുണ്ട്,
ഒരു സംഘം കൂടിയാണ് വന്നേക്കണത്, ഇത്ര പേർക്ക് എങ്ങനെ ഭക്ഷണം ഒരുക്കാമെന്ന് അറിയണമല്ലോ എന്ന് കരുതി ഇതിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഈ മഹർഷി വസിഷ്ഠ മഹർഷി എന്തു പറഞ്ഞു, എനിക്ക് ദേവലോകത്തെ പശു, അതായത് കാമധേനു എൻ്റെ കൂടെ ഉണ്ട്. എന്ത് ഞാൻ ആഗ്രഹിക്കണു വെച്ചാലും കാമധേനു ഇങ്ങോട്ട് തരും. ആഹാ, അതെങ്ങനെയത് തരണത്? കാമധേനുവിന് അത് പറ്റൂലോ. അതുകൊണ്ടാണ് കാമധേനുവിന് എനിക്ക് ഈ യാഗാദി കാര്യങ്ങൾക്കൊക്കെ സഹായിക്കാനും ധാരാളം പാലും നെയ്യുമൊക്കെ വേണം. അതിനൊക്കെ വേണ്ടി കാമധേനുവിന് എന്ത് സാധനം വേണമെന്ന് പറഞ്ഞ് ചോദിച്ചാലും കാമധേനു തരും. അപ്പോൾ എൻ്റെ ദൈനംദിന കാര്യങ്ങൾ, പൂജയും ഹോമവും കാര്യങ്ങളും ഒക്കെ നടക്കണതിന് സഹായിയായിട്ട് ഈ പശുവാണ്, കാമധേനുവാണ്. കാമധേനുവിന് നന്ദിനി എന്നുണ്ട് പേര്, സുരഭി എന്നുണ്ട് പേര്, ദേവസുരഭി എന്നൊക്കെ പറയും. ആ പശുവാണ്. അപ്പോൾ വിശ്വാമിത്രൻ രാജാവ് പറഞ്ഞു, അതിപ്പോൾ അങ്ങനെ വളരെ സിദ്ധികളുള്ള ഒരു പശുവിനെ അങ്ങ് തന്നെ ഇങ്ങനെ സ്വന്തമാക്കി വെക്കണതൊന്നും ശരിയല്ല. അപ്പോഴേക്കും രാജാവ് ആ രാജ്യത്വം, തൻ്റെ അവകാശം, തൻ്റെ അധികാരം ഒക്കെ അങ്ങോട്ട് വന്നു വിശ്വാമിത്രന്. ഉടൻ തന്നെ വസിഷ്ഠ മഹർഷി എന്ത് പറഞ്ഞു, അയ്യോ ഇത് ദേവലോകത്തെ പശുവാണ്, എനിക്ക് സഹായത്തിന് ഇവിടെ കുറച്ച് നാൾ നിർത്തിയിട്ടുണ്ടെന്നുള്ളത് കഴിഞ്ഞ ദേവലോകത്തേക്ക് ദേവേന്ദ്രൻ വന്ന് കൊണ്ടുപോകും ഇതിനെ. അതിനൊന്നും സമ്മതിക്കില്ല. ഞാനത് രാജ്യത്തിൻ്റെ സമ്പത്താണ്, അത് രാജാവിൻ്റെ കയ്യിലിരിക്കേണ്ടതാണ്. അങ്ങ് ആ പശുവിനെ എനിക്ക് തരൂ, ഞാൻ കൊണ്ടുപോകാം എൻ്റെ കൊട്ടാരത്തിലേക്ക്. അയ്യോ തരാൻ പറ്റില്ല, അത് ദേവലോകത്തെ പശുവാണെന്ന്, അതെനിക്ക് തരണം, ഞാൻ ആ പശുവിനെ കൊണ്ട് ഇവിടുന്ന് പോവുള്ളൂ. അങ്ങ് വെറുതെ ശാഠ്യം പിടിക്കരുത്, പശു പ്രത്യേക സ്ഥിതിയൊക്കെയുള്ള പശുവാണ് എന്ന് പറഞ്ഞു. എന്തിനു പറയണം, ആ പശു വേണമെന്ന് രാജാവിന് അങ്ങോട്ട് നിർബന്ധം. രാജാവ് ഒടുക്കം ആദ്യമൊക്കെ നല്ല മയത്തിലാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി, പിന്നെ ദേഷ്യമായി, നിർബന്ധമായി, പിടിച്ച പിടിയാലെ പശുവിനെ കൊണ്ടുപോകും എന്നുള്ള ഒരു അവസ്ഥയായി. പശുവിനെ കൈക്കലാക്കണമെന്നുള്ള ആഗ്രഹം, മന്ത്രിയോട് പശുവിനെ പോയി അഴിച്ചിട്ട് വരാൻ പറഞ്ഞു. പശുവിനെ ചെന്ന് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും വിശ്വാമിത്ര മഹർഷി എന്ത് ചെയ്തു, പശുവിനെ അങ്ങോട്ട് കൊണ്ടുപോകണോട് കൂട്ടിയിട്ട് അദ്ദേഹം യുദ്ധത്തിന് അങ്ങോട്ട് ചെന്നപ്പോൾ ഈ വിമാനത്തിൽ നിന്നൊക്കെ ചില കോണികൾ ഇറങ്ങി വരില്ലേ എന്ന പോലെ ഈ നന്ദിനി കാമധേനും കട്ട് ദേഷ്യം വന്നോക്കട്ട് വളരെ വലുപ്പം വെച്ചു, തന്നെത്താൻ അങ്ങോട്ട് വലുതായി. ഓരോ രോമകൂപങ്ങളിൽ നിന്നും ഓരോ ഭടന്മാരങ്ങോട്ട് ഇറങ്ങി വന്നു. വിശ്വാമിത്രൻ്റെ സൈന്യവുമായിട്ട് അങ്ങോട്ട് ഏറ്റുമുട്ടി. കാമധേനുവിൻ്റെ സൈന്യം നിമിഷ നേരം കൊണ്ട് വിശ്വാമിത്ര രാജാവിനെ അങ്ങോട്ട് തോൽപ്പിച്ചു യുദ്ധത്തിൽ. രാജാവും പരിവാരങ്ങളും രാജ്യത്തേക്ക് ഓടിപ്പോയി. പക്ഷെ വിശ്വാമിത്ര മഹാരാജാവിന് അന്ന് ഒരു കാര്യം മനസ്സിലായി, തൻ്റെ രാജശക്തി ഉണ്ടല്ലോ അതിനേക്കാളൊക്കെ വളരെ കൂടുതൽ എപ്പോഴും നമുക്ക് ഉപകാരപ്പെടുന്നത് വസിഷ്ഠനെ പോലുള്ള മഹർഷിമാരുടെ തപോബലമാണ്. ആ തപശക്തി കൊണ്ടാണ് നന്ദിനി അവിടെ വന്ന് എത്തിപ്പെട്ടിട്ടുള്ളത്. തപശക്തി കൊണ്ടാണ് നന്ദിനിയുടെ അടുത്ത് നിന്ന് പടയാളികൾ വന്ന് തൻ്റെ പടയൊക്കെ ഓടിച്ച് വിട്ടത്. അതുകൊണ്ട് ഇനി രാജശക്തിയല്ല അതെനിക്ക് വേണ്ടത്, തപശക്തിയാണെന്ന് കരുതി അദ്ദേഹം തപസ് ചെയ്യാനായിട്ട് മഹർഷിയായി മാറി. അങ്ങനെ തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് വിശ്വാമിത്രനെ മഹർഷിയാക്കിയ നന്ദിനി കാരണമാണല്ലോ, കാമധേനു കാരണമാണല്ലോ വിശ്വാമിത്രൻ വസിഷ്ഠൻ്റെ മുൻപിൽ തോറ്റുകൊണ്ട് പശുക്കളിൽ നിന്നും കൂടെ ആ നന്ദിനി പശുവിനെ കൂടാതെ കണ്ട് വേഗം തന്നെ രാജകൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇതാണ് ഇന്നത്തെ കഥ. വിശ്വാമിത്ര രാജാവിനെ മഹർഷിയാക്കിയ നന്ദിനി. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.